നേഴ്സസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്നതിനെക്കുറിച്ചാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മളിതിനെ ഷുഗർ എന്നൊക്കെ പറയും. പ്രായഭേദമന്യേ കാണപ്പെടുന്നു. ഡയബറ്റിസ് മെലിറ്റസ് രണ്ട് വിധത്തിലുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് റെഗുലർ ചെക്കപ്പിനെ കുറിച്ച് നോക്കാം. പ്രമേഹ രോഗികൾ മാസത്തിൽ 2 തവണയെങ്കിലും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യേണ്ടതാണ്. ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറുടെ സഹായം തേടുക തന്നെ വേണം. സാധാരണയായി 3 തരത്തിലാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്: FBS, RBS ആൻഡ് HbA1c. റുട്ടീൻ ടെസ്റ്റുകളായിട്ട് FBSും RBSും ആണ് ചെയ്യുന്നത്. FBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണത്തിന് മുൻപേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് 70 to 110 mg/dL ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. ഭക്ഷണം കഴിക്കാതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. രണ്ടാമത്തെ ടെസ്റ്റ് RBS. RBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ബ്ലഡ് ഷുഗർ. ഇതിനെ PPBS എന്നും പറയും, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. ഇത് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ഭക്ഷണത്തിന് ശേഷമാണ് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ വാല്യൂ 80 to 140 mg/dL ആണ് കാണപ്പെടുന്നത്. അപ്പോൾ PPBS എടുക്കണം എന്ന് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് സാധാരണ പ്രമേഹ രോഗികൾ ചെയ്യുന്നത് ഭക്ഷണം കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ബ്ലഡ് ഷുഗർ ചെയ്യുന്നതിൻ്റെ ആ ഷുഗർ ലെവലിൽ ഒരു വേരിയേഷൻ ഉണ്ടാകും. സാധാരണ നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലോ കുറവോ കഴിക്കാതിരിക്കുക. അത് നമ്മളുടെ ബ്ലഡ് ഷുഗറിൽ ടെസ്റ്റിൽ വാല്യൂവിൽ വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെ വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും ബ്ലഡ് ഷുഗറിൻ്റെ ടെസ്റ്റിൻ്റെ വാല്യൂവിൻ്റെ റിസൾട്ട് വെച്ചാണ് അവർ മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ശരിയായ രീതിയിലല്ലാതായി മാറും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് അടുത്ത ടെസ്റ്റാണ് HbA1c. HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുട്ടീൻ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ 3 മാസത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ, അതായത് ബ്ലഡിലുള്ള പഞ്ചസാരയുടെ അളവ് അതിൻ്റെ മീൻ വാല്യൂ ആണ് വരുന്നത്. അതായത് 3 മാസത്തിലുള്ള നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവലിൻ്റെ ആവറേജ്, അതാണ് HbA1c എന്ന് പറയുന്നത്, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. ഇത് സാധാരണയായി 6% ആണ് നോർമൽ. ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭക്ഷണം പോലെ തന്നെ മെഡിസിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനാണെങ്കിൽ ഭക്ഷണവും കഴിക്കേണ്ട മെഡിസിനും കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. RBS അഥവാ PPBs ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം മെഡിസിനും കഴിക്കണം. അത് ആഹാരത്തിന് മുൻപായാലും ആഹാരത്തിന് ശേഷമായാലും. HbA1cയിലാണെങ്കിൽ ഫാസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആഹാരം കഴിച്ച് നോർമലായിട്ട് നമുക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് RFT, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. അതും ഡയബറ്റിക് രോഗികളിൽ പ്രാധാന്യമർഹിക്കുന്നു. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ RFT ചെയ്ത്, അതായത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, നമ്മുടെ കിഡ്നി സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് RFT. ഈ RFTയിൽ യൂറിയ, ക്രിയാറ്റിൻ, ഇങ്ങനെ 2 ടെസ്റ്റുകളാണുള്ളത്. ഈ യൂറിയ, ക്രിയാറ്റിൻ നോർമലാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. രോഗികളിൽ സാധാരണ കിഡ്നി ഡിസീസുകളൊക്കെ കാണപ്പെടുന്നു. കോംപ്ലിക്കേഷൻസ് ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഷുഗർ രോഗികൾ പ്രത്യേകിച്ചും കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഷുഗർ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂത്രമൊഴിക്കുമ്പോൾ പതഞ്ഞു വരുന്നത്. പതഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ചെറുതായിട്ടൊരു പത വരുന്നതൊക്കെയൊന്നും അല്ല, നല്ലതുപോലെ പതഞ്ഞു വരിക. അത് അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ട് അതിന് വിദഗ്ധ ചികിത്സ നേടേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ഇതിനെ നമ്മൾ പ്രോട്ടീനൂറിയ എന്ന് പറയും. പ്രോട്ടീൻ യൂറിനിൽ കൂടെ പോകുന്ന അവസ്ഥ, ഇതിനെ നമ്മൾ പ്രോട്ടീനൂറിയ എന്ന് പറയും. അപ്പോൾ പ്രമേഹ രോഗികളായിട്ടുള്ളവർ ഇങ്ങനെ ഒരു അവസ്ഥ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനോട് ഇതിനെക്കുറിച്ച് പറയേണ്ടതാണ്. അടുത്തത് നമുക്ക് ആഹാര രീതിയെക്കുറിച്ച് നോക്കാം. ഡയറ്റ്, അത് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്.
സാധാരണ ഡയബറ്റിക് രോഗികൾ എല്ലാവരും പറയുന്നതാണ് എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഷുഗറാണ് എന്നൊക്കെ. പക്ഷേ ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കുന്നത് ഡയബറ്റിക് രോഗികൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ആപ്പിളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഹാഫ് സ്ലൈസ് ആപ്പിളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ശരിയാക്കാനായിട്ട് അത് ഏറെ ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റ് കുറയ്ക്കുക. ചോറ്, കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. പാടെ നിർത്തുക എന്നല്ല, കുറയ്ക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, സാലഡുകൾ ഉൾപ്പെടുത്തുക, ഭക്ഷണത്തിൽ സാലഡുകൾ ഉൾപ്പെടുത്തുക, നല്ല നാരുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, പിന്നെ പച്ചക്കറികൾ ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡുകൾ പൂർണ്ണമായി ഒഴിവാക്കുക. അത് ഡയബറ്റീസിനെന്നല്ല, എല്ലാ രോഗങ്ങൾക്കും ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുന്നത്, പുറത്തുനിന്നുള്ള ഭക്ഷണ രീതി കഴിവതും നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എന്ത് അസുഖമാണുള്ളത്. ഇനി ഒരു അസുഖം ഇല്ല എന്ന് തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എത്ര എണ്ണ ഉപയോഗിക്കണം, എത്ര ഉപ്പ് ഉപയോഗിക്കണം, എത്ര മധുരം നമ്മൾ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ പുറത്തുള്ള ഒരാൾക്ക് അറിയത്തില്ല നമുക്ക് എന്ത് അസുഖമാണുള്ളത്, നമ്മളുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ ശരീരത്തെ അറിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുക. പിന്നെ ആഹാരം കഴിച്ചതിന് ശേഷം ഉടനെ പോയി കിടന്ന് ഉറങ്ങാൻ നിൽക്കരുത്. ആഹാരം കഴിച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിടക്കാവുള്ളൂ. രാത്രിയിലാണ് സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്, ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക. പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട് അരവയറ് കഴിച്ചിട്ട് അരക്കാതെ നടക്കണമെന്ന്. ഇത് മുഴുവയറ് കഴിക്കുകയും ചെയ്യും, ഒരടി പോലും നടക്കത്തുമില്ല. ഉടനെ പോയി കിടക്കാതിരിക്കുക. ഭക്ഷണവും മെഡിസിനും പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യായാമം. ദിവസവും അരമണിക്കൂർ നേരമെങ്കിലും വ്യായാമം ചെയ്യുന്നത് പ്രമേഹ രോഗികളിൽ വളരെയധികം ഗുണം ചെയ്യുന്നു. സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ, നടത്തം, സൈക്ലിംഗ്, എയറോബിക് എക്സസൈസുകൾ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ പ്രമേഹ രോഗികളിൽ വളരെയധികം ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? വ്യായാമം ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ അഭാവത്തിലും ഗ്ലൂക്കോസുകളെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ശരീരകോശങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇൻസുലിൻ്റെ അഭാവത്തിൽ സാധാരണ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ആവരണം ചെയ്യത്തില്ല. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ ആ ഇൻസുലിൻ്റെ അത്രയും പ്രവൃത്തി വരുന്നില്ല, എന്നാലും അങ്ങനെ ആഗിരണം ചെയ്യാനായിട്ട് വ്യായാമത്തിലൂടെ നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് വ്യായാമം ഒരു പ്രാധാന്യം അർഹിക്കുന്നതാണ്. വ്യായാമം പോലെ തന്നെയാണ് മെഡിറ്റേഷൻ, യോഗ എന്നിവ ചെയ്യുന്നത്. മെഡിറ്റേഷനും യോഗ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും സ്ട്രെസ് റിലീവ് ചെയ്യാനും, അതിലൂടെ തന്നെ നമുക്ക് മാനസിക പിരിമുറുക്കം, സ്ട്രെസ് ഇല്ല എന്നുണ്ടെങ്കിൽ പകുതി രോഗങ്ങളും ഒഴിവാകും. അതും പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. മാനസിക പിരിമുറുക്കം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോണുകൾ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പോൾ എന്തുകൊണ്ടും മാനസിക പിരിമുറുക്കം ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കാതിരിക്കുക, മെഡിറ്റേഷൻ, യോഗ എന്നിവ ശീലമാക്കുക. പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രമേഹ രോഗികളിൽ എന്ന് മാത്രമല്ല എല്ലാവരിലും വ്യക്തി ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ചും. പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണമാണ് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ വെട്ടുമ്പോൾ മുറിവുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വളരെ താമസമെടുക്കും. അപ്പോൾ കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ വെട്ടുമ്പോൾ മുറിവുണ്ടാകാതെ സൂക്ഷിക്കുക. ചൂട് വെള്ളത്തിൽ കാലുകൾ കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എവിടെയായാലും ഈർപ്പം തുടച്ചു മാറ്റാൻ ശ്രദ്ധിക്കുക. ഈർപ്പം ഇല്ലാതാക്കി നല്ലതുപോലെ തുടച്ച് മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുക. പിന്നെ മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കൈകളിലായാലും കാലുകളിലായാലും നഖത്തിൻ്റെ ഈ സൈഡുകളിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. നഖത്തേലും
നഖത്തിൻ്റെ ഈ ഇടയുള്ള ഭാഗത്തുകളിൽ നിന്ന് ഉപയോഗിക്കാതിരിക്കുക. അത് അണുബാധയ്ക്ക് അവിടെ നിൽക്കുക, പിന്നെ അതവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇപ്പം ഷൂസൊക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലെതറിൻ്റെ ഷൂസ് ഉപയോഗിക്കുക. കോട്ടൺ സോക്സ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. പാദസംരക്ഷണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാലുകളിൽ എന്തെങ്കിലും മുറിവുകളോ ചുമന്ന പാടുകളോ ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാദരക്ഷകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് സൈസിനുള്ള പാദരക്ഷകൾ ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് സൈസിനുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുതും വലുതും ഒന്നും ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചെരുപ്പ് ഉപയോഗിക്കുന്നത് അതെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരവരുടെ ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക. പാദസംരക്ഷണത്തിന് അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാലുകളിലൊക്കെ മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം കാലതാമസം ഉണ്ടാകും ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. എപ്പോഴും ഡയബറ്റിക് രോഗികളുണ്ടാകുന്ന ഡയബറ്റിക് ഫൂട്ടാന്ന് പറഞ്ഞ് ഒത്തിരി രോഗികൾ നമ്മളുടെ അടുത്ത് വരും. അത് ഒരു ചെറിയ മുറിവ് ഉണ്ടാകുന്നതാണ്, അത് പിന്നെ വലിയ മുറിവാകും. പിന്നെ അത് കൈകളുടെയും കാലുകളുടെയും നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുക എന്ന് പറഞ്ഞു. നമ്മൾ ഉറക്കത്തിലൊക്കെ എപ്പോഴെങ്കിലും ഒരു കൊതുക് കടിച്ചാലും മതി, നമ്മളുടെ കയ്യിൽ നഖങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് ചൊറിയുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്ക്രാച്ച് മാർക്ക് വീഴും, അവിടെ ഒരു മുറിവുണ്ടാകും, അവിടെ ചെറിയൊരു മുറിവുണ്ടാകും. ആ ഒരു ചെറിയ മുറിവുണ്ടാകുന്നത് വരെ അണുബാധയ്ക്ക് കാരണമാകും. അതുകൊണ്ട് പേഴ്സണൽ ഹൈജീൻ പ്രമേഹ രോഗികളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ഇനി നമുക്ക് മരുന്നുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രമേഹ രോഗികൾ, അത് ഏത് രോഗികളാണെങ്കിൽ തന്നെയും മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ചായയുടെ കൂടെയോ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെയോ ഒന്നും മരുന്ന്, ചിലവരൊക്കെ തിളച്ച ചായയുടെ കൂട്ടത്തിലാണ്, നല്ല ചൂടുള്ള ചായയുടെ കൂട്ടത്തിലാണ് മരുന്നുകൾ കഴിക്കുന്നത്. അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെ മരുന്നുകൾ കഴിക്കുക. പിന്നെ അത് ഭക്ഷണത്തിന് മുൻപായാലും ഭക്ഷണത്തിന് ശേഷമായാലും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഭക്ഷണത്തിന് മുൻപുള്ളത് ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷമുള്ളത് ഭക്ഷണത്തിന് ശേഷവും കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിക് രോഗികളിൽ പ്രത്യേകമായിട്ട് കാണപ്പെടുന്നതാണ്, അവർ ഷുഗർ ചെക്ക് ചെയ്തിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു മരുന്നാണ് കഴിക്കുന്നത്, ഇന്ന് കൂടുതലാണ്, അതുകൊണ്ട് രാവിലെയും വൈകിട്ടും കഴിച്ചേക്കാം. അത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. സ്വയം ചികിത്സ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗികളാണെങ്കിൽ തന്നെയും ഇൻസുലിൻ ആഹാരത്തിന് മുൻപുള്ളതുണ്ട്, ആഹാരത്തിന് ശേഷമുള്ളതുണ്ട്. അപ്പോൾ ആഹാരത്തിന് മുൻപുള്ളത് ആഹാരത്തിന് മുൻപും ആഹാരത്തിന് ശേഷമുള്ളത് ആഹാരത്തിന് ശേഷവും തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇൻസുലിൻ എടുത്തതിന് ശേഷം വ്യായാമം ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. അത് നമ്മളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശരീര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക, തീർച്ചയായും കാണുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ ഇൻസുലിൻ തെറാപ്പിയെക്കുറിച്ചും ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് കണ്ണുകളുടെ കാഴ്ച കുറയുന്ന ഒരവസ്ഥ. അത് എല്ലാവരും ഒന്നും കാര്യമാക്കാറില്ല, പ്രായത്തിൻ്റെയാണ് എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഷുഗറുള്ള പേഷ്യൻസ് തീർച്ചയായും ചെക്ക് ചെയ്യേണ്ടതാണ്. ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസിലാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചതിന് ആദ്യ 3 വർഷങ്ങൾക്ക് ശേഷവും പിന്നുള്ള തുടർന്നുള്ള എല്ലാ വർഷവും കണ്ണുകൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസിലാണെങ്കിൽ കണ്ടുപിടിച്ചതിന് 5 വർഷങ്ങൾക്ക് ശേഷവും പിന്നുള്ള എല്ലാ വർഷവും കണ്ണുകൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും മെഡിസിനിലോ അല്ലെ കണ്ണട ഉപയോഗിക്കണമെങ്കിലോ അങ്ങനെയായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഓർക്കുക, പ്രമേഹ രോഗം എന്നത് മറ്റ് ഒട്ടനവധി രോഗങ്ങളിലേക്കുള്ളൊരു വാതിൽ കൂടിയാണ്. അതുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുക എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.